ഇന്ന് എങ്ങനെയെങ്കിലും നാർക്കണ്ട പിടിക്കണം. രാവിലെ മഴ ചെറുതായിട്ടൊന്ന് പെയ്തു പോയി എന്നല്ലാണ്ട് വേറെ പ്രശ്നം ഉണ്ടാക്കിയില്ല. കുഫ്രിയിലേക്ക് പോകുന്ന റോഡിലുള്ള ഒരു മെയിൻ അട്രാക്ഷൻ ആണ് ഈ ഗ്രീൻ വാലി. ഈ പൈൻ മരങ്ങളില്ലേ, അതിനെ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു കാടാണിത്. ജാഡുവിന് പിന്നെ എല്ലാ സ്പോട്ടും ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. എനിക്കൊരു സന്തോഷം, എനിക്കൊരു സന്തോഷം, അത്രേ ഉള്ളൂ. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ റൂട്ട്, ഈ ഒരു ക്ലൈമറ്റും അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു സാധനം നമ്മുടെ കാണാനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊന്നും അനങ്ങുന്നില്ലല്ലോ. അവിടെ നമ്മൾ നേരെ പിന്നെ കുഫ്രി സൂര്യൊക്കെ പോയി. ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായത് ആകെ ഇതൊക്കെ ഇവിടെ ഉള്ളൂ, ഇതൊക്കെ ഇവിടെ നാട്ടിൽ കിട്ടൂലേ. അതുകൊണ്ട് പിന്നെ അവിടെ കയറിയില്ല. ഇവിടെ ഫുള്ള് കുതിരകളാണ്. ഇവരെ മെയിൻ പരിപാടി കുതിരന്റെ മുകളിൽ ആൾക്കാരെ കയറിയിട്ട് മഹേഷൂബിക്കിലെ കൊണ്ടുപോകല. ചാർജ് പിന്നെ 500 ഗവൺമെന്റ് ഫിക്സ് ആക്കിയോണ്ട് തന്നെ കാശ്മീരിലെ മാതിരി ബാർഗനിങ് ഒന്നും ഇവിടില്ല. ഇവിടെ ഇനി തിരിഞ്ഞു കളിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ തോന്നുന്നുണ്ട്. തന്നെ ഒരു ചായയും സമൂസ അടിച്ചിട്ട് നേരെ നാർക്കണ്ട വരെയല്ലേ വിചാരിച്ചു. ഇവിടുന്നാണ് വിജയബായിനെ പരിചയപ്പെട്ട് എല്ലാവരും അടുത്തും ചിരിച്ചോണ്ടെടുക്കുന്ന മൂപ്പര് നമ്മളെടുത്തും പെട്ടെന്ന് കമ്പനി. പുരുഷേട്ടോ, ഒരു വെടിക്കുള്ള ഉണ്ടാക്കാ തോക്കലുണ്ടാവൂല്ലേ? നിറച്ച തോക്ക. വീണ്ടും കുതിരകൾ. ഇവിടുത്തെ റോഡോ കുതിരക്കുള്ളതാ. അത് കഴിഞ്ഞ സ്ഥലം ഉണ്ടേ വണ്ടിക്ക് പോവാ. ആ ഒരു ആറ്റിയുടെ കുതിരക്ക്. നാർക്കണ്ടയിലേക്കുള്ള റൂട്ട് അവരെ പരിചയപ്പെട്ട് ഷിംലയിൽ 3 ദിവസം ഇവർ ഇറങ്ങിയിട്ട് വേൾഡിലെ ഹയസ്റ്റ് ക്രിസ്ത്യൻ ടെമ്പിൾ ഉണ്ട്. അത് ഇവിടെ കിന്നോറിലാണ്. അവിടേക്ക് ട്രെക്ക് ആണല്ലോ ഇവര്. നാർക്കണ്ട എത്താനാവുന്നതിനനുസരിച്ച് തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുക. ഇവിടെ ഫുള്ള് ആപ്പിൾ തോട്ടങ്ങളാണ്. നമ്മൾ ഇന്നത്തെ സ്റ്റേ ഒരു ആപ്പിൾ തോട്ടത്തിന് നടുവില്ല. ഏകദേശം 6 മണിയാകുമ്പോഴത്തേക്ക് നാർക്കണ്ടെത്തി. ഇതാണ് അനൂപ് കശ്യപ്. മൂപ്പര് ഇവിടുത്തെ ഓളിനോളാം. 2-3 ദിവസമായിട്ട് മഴ ഉണ്ട്. ഈ ഭാഗത്ത് ഗസ്റ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ വന്നപ്പോൾ ഈ കാരോ കിട്ടിയ മാതിരി. പിന്നെ ഹിന്ദി അറിയില്ലെങ്കിലും മൂപ്പര് അതോട്ട് ഇവിടെ കൂടി. ഇന്ന് ട്രാവലിംഗ് ആയതുകൊണ്ട് തന്നെ ഫുഡ് കുറയുന്നു. അതുകൊണ്ട് തന്നെ രാത്രി ദാലു റൈസും പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും തണുപ്പ് കൂടുന്നുണ്ടപ്പോൾ പരിപാടി ക്യാൻസൽ ആക്കി ഉള്ളിൽ കയറി. അപ്പൊ ശരി.